ഹായ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് ലൈഫ്? ഇറ്റ്സ് മീ ബിഷർ ഓൺ ബിഷർ ടോക്സ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളൊന്ന് ചിന്തിച്ചേ, വാട്ട് ഈസ് ലൈഫ്? എന്താണ് ജീവിതമെന്ന് ചിന്തിച്ച് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടിയിട്ട് ബാക്കി കാണുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ആൻസർ കിട്ടണം, എന്നിട്ട് നിങ്ങൾ ബാക്കി കാണുക. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് വെറുതെ ചോദ്യം ചോദിക്കാതെ ജസ്റ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു സാധാരണ ആസ് യൂഷ്വൽ തോട്ടായി, ആസ് യൂഷ്വലായി നിങ്ങൾ കേൾക്കുന്ന സാധനം ഇതിലേക്ക് കേൾക്കുന്നു, ഇതിലേക്ക് പുറത്തു വിടുന്നു, അങ്ങനെയായി മാറും. അങ്ങനെയല്ലാതെ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, വാട്ട് ഈസ് ലൈഫ്? എന്താണ് ജീവിതമെന്ന് ഒരു ആൻസർ കണ്ടെത്തുക. ആ ആൻസർ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. ഇതുപോലെ എന്താണ് ജീവിതമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എന്താണ് ജീവിതമെന്ന് അറിയാൻ വേണ്ടി പലരോടും അന്വേഷിച്ചു നടന്നു. പക്ഷെ ആൻസർ കിട്ടിയില്ല. വർഷങ്ങളോളം അതിനു വേണ്ടി പുറകെ നടന്നു, ആൻസർ കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം പലരോടും ചോദിച്ച് മടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ ഒരു ഗുഹയിൽ താമസിക്കുന്ന ഒരു മുനി, ഒരു സന്യാസി, ആ സന്യാസിയുടെ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ മാസങ്ങളോളം യാത്ര ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂഡ് അനുസരിച്ച് ചോദിച്ചാൽ ആൻസർ പറയുകയുള്ളൂ. പക്ഷെ എന്താണ് ജീവിതമെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇനി ജീവിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് ഈ മനുഷ്യൻ ത്യാഗമെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യാത്ര ആരംഭിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ആ ഹിമാലയത്തിൻ്റെ ഗുഹയിലെത്തി. ഒരുപാട് കയറ്റിറക്കങ്ങൾ കഴിഞ്ഞു, ഒരുപാട് ദുർഘടങ്ങളായ പാതകൾ കഴിഞ്ഞു ആ ഗുഹയിലെത്തി. ഗുഹയിലെത്തിയ സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ച, ആ ഗുരു, ആ സന്യാസി ആ ഗുഹയിലിരുന്ന് മനോഹരമായ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ അല്പം നേരം ഒന്ന് കാത്തിരുന്നു. ചായ കുടിച്ചതിന് ശേഷം ചോദ്യം ആവർത്തിക്കാമെന്ന് കരുതി. പക്ഷെ ഈ സന്യാസി വളരെ പതുക്കെ നന്നായി ആസ്വദിച്ചു കൊണ്ടാണ് ഓരോ സിപ്പും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അധിക നേരം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായ ഇയാൾ അത്ര ക്ഷമയില്ലാതെ അദ്ദേഹം അക്ഷമനായിക്കൊണ്ട് ഗുരുവോട് ചോദിക്കുകയാണ്, ഗുരു, വാട്ട് ഈസ് ലൈഫ്? ഗുരു ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പറഞ്ഞില്ല. അക്ഷമനായി വീണ്ടും ചോദിച്ചു, ഗുരു, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, 3 മാസമായി യാത്ര ആരംഭിച്ചിട്ട് എനിക്കൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇട്ട് ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ 1 വർഷത്തോളമായി എൻ്റെ മനസ്സിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആൻസർ എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പ്ലീസ് എന്നോടൊന്ന് ആൻസർ പറയും, വാട്ട് ഈസ് ലൈഫ്? ഗുരു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം വീണ്ടും കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം വീണ്ടും ഗുരുവെ വന്ന് പാറ്റിയതിനു ശേഷം, ഒന്ന് തോന്നിയതിനു ശേഷം ചോദിച്ചു, ഗുരു, വാട്ട് ഈസ് ലൈഫ്? സത്യത്തിൽ അപ്പോഴാണ് ആ ഗുരു അങ്ങനെ ഒരാൾ തന്നെ മുമ്പിൽ വന്നിരിക്കുന്നത് കൃത്യമായി അറിഞ്ഞതുപോലും. ഉടനെ ഗുരു പറഞ്ഞ മറുപടി ഇതാണ്, ലൈഫ് ഈസ് എ ടീ. ജീവിതം എന്ന് പറയുന്നത് ഒരു ചായയാണ്. ഉടനെ ഇത്രയും 1 വർഷക്കാലം കാത്തിരുന്ന് അതോടൊപ്പം 3 മാസക്കാലത്തെ നിരന്തരമായ എഫേർട്ട്, യാത്ര, അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് വളരെ പുച്ഛത്തോടു കൂടി ഒരു മറുപടിയായിട്ടാണ് തോന്നിയത്. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. പക്ഷെ നിയന്ത്രിച്ചു. ഗുരുവിൻ്റെ മുമ്പിലാണുള്ളത്. ചോദിച്ചു, പ്ലീസ് എന്നെ കളിയാക്കരുത്, എന്നെ കൊച്ചാക്കരുത്. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലുള്ള ഒരു ചോദ്യമാണ്, അതറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയും, വാട്ട് ഈസ് ലൈഫ്? ഗുരു പറഞ്ഞു, ഞാൻ പറഞ്ഞ ആൻസർ ലൈഫ് ഈസ് എ ടീ. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട്? ഗുരു പറഞ്ഞു, ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ചായ കുടിക്കലാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, പ്രസന്റ് ഈസ് ദി പ്രസന്റേഷൻ ഓഫ് ഗോഡ്. ഈ നിമിഷം, ഞാൻ ഈ പറയുന്ന ഈ നിമിഷം, കേൾക്കുന്ന നിങ്ങളുടെ ഈ നിമിഷം, ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ലൈഫ് എന്ന് പറയുന്നത്. നാളെ എന്നുള്ളത് നാളെ ആവണം. നാളെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെയുള്ളൂ. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഒരു നിമിഷമാണ് എൻ്റെയും നിങ്ങളുടെയും ലൈഫ്. ആ നിമിഷത്തെ ദൈവത്തിൻ്റെ പ്രസന്റായി, ദൈവത്തിൻ്റെ സമ്മാനമായി, ഗിഫ്റ്റായി, വരദാനമായി കണ്ടുകൊണ്ട് ആ പ്രസന്റിൽ മനോഹരമായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. അതാണ് യഥാർത്ഥത്തിലെ ലൈഫ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോണിലാണ്, വേറെ ചിന്തയിലാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വേറെ ചിന്തയിലാണ്. നമ്മൾ പലതും ചെയ്യുമ്പോൾ നാളെയെക്കുറിച്ചുള്ള ചിന്തയിലാണ്. ഇന്നലകളിൽ കഴിഞ്ഞു പോയ പാകപ്പിഴവുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വ്യസനപ്പെടുകയാണ്. എന്നാൽ അതൊന്നുമല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അതുകൊണ്ട് പ്രസന്റ് മൊമെന്റിനെ എൻജോയ് ചെയ്യാൻ, പ്രസന്റ് മൊമെന്റിനെ സ്വീകരിക്കാൻ, പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ പഠനം.
അതിനു വേണ്ടിയായിരിക്കണം ഞാൻ നിങ്ങളുടെ സമയം കളയേണ്ടത്. പ്രസന്റിനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാ ആളുകളും പരിശീലിക്കുക. എൻ്റെ അടുത്ത വീഡിയോ നാം എന്തിന് ജീവിക്കുന്നു എന്നുള്ള ഇതുമായി ഏറെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് നമുക്ക് കാണാം. ഒപ്പം ഇത്തരത്തിൽ നമുക്ക് നല്ല ഇൻസൈറ്റ് തരുന്ന നല്ല മെസ്സേജുകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള നന്മകൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, സഹകരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസോ തിരുത്തലുകളോ ഉണ്ടെങ്കിൽ പങ്കുവെക്കുക. അതൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.